സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം ഉത്തമഗീതം 1-ാം അധ്യായം 3-ാം വാക്യം. ഉത്തമഗീതം 1-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഉത്തമഗീതം 1-ാം അധ്യായത്തിൽ പ്രതീകാത്മകമായി യേശുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുകയാണ്. സാദൃശ്യ രൂപത്തിൽ അഥവാ ഒരു നിഴൽ പോലെ പഴയ നിയമത്തിൽ പല പുസ്തകങ്ങളിൽ യേശുവിൻ്റെ നാമത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെയും അപ്രകാരം തന്നെ ഉപമയുടെ രൂപത്തിൽ പ്രതീകാത്മകമായി യേശുവിൻ്റെ നാമത്തെ ചിത്രീകരിക്കുകയാണ്. ആ യേശുവിൻ്റെ നാമത്തിൻ്റെ അഥവാ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ രണ്ട് പ്രത്യേകതകളാണ് നാം കാണുന്നത്. ആ നാമം തൈലം പോലെ സൗരഭ്യമേകുന്നതാണ്. നമുക്കറിയാം, പല വേദനകൾക്ക് ശമനത്തിന് നാം തൈലം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തൈലം നമ്മുടെ ശരീരത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സുഗന്ധം വമിക്കുന്നതിനൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തൈലത്തിൻ്റെ ഉപയോഗം പലതാണ്. പ്രധാനമായും വേദന മാറുവാൻ, സൗഖ്യം ലഭിക്കുവാൻ, വാസന അഥവാ സുഗന്ധം ലഭ്യമാകുവാൻ ഒക്കെ നാം തൈലം ഉപയോഗിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ നാമവുമായി ഇത് നാം വ്യാഖ്യാനിക്കുമ്പോൾ അഥവാ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ നാമം സുഖം പകരുന്നതാണ്. യേശുവിൻ്റെ നാമം വേദന അകറ്റുന്നതാണ്. യേശുവിൻ്റെ നാമം സന്തോഷം നൽകുന്നതാണ്. അടച്ചിട്ടിരുന്ന മുറിയിൽ ഭയത്തിൽ മരണഭീതിയിലായിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്നപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആ യേശുവിൻ്റെ നാമം അറിഞ്ഞ ജനകോടികൾ ഇന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്. അവർക്കുള്ള സന്തോഷം, അവർക്കുള്ള സമാധാനം, അവർക്കുള്ള സൗഖ്യം അത് വളരെ വലുതാണ്. ആ നാമം സൗരഭ്യമായത് എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ആ യേശുവിൻ്റെ നാമം വ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് മുഴു പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതാണ്. തൈലം പോലെ സൗരഭ്യമായ ആ യേശുവിൻ്റെ നാമം മുഴു പ്രപഞ്ചത്തിൽ ദൈവസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു. ആ യേശുവിൻ്റെ നാമമാണ് മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിച്ച നാമം. ആ യേശുവിൻ്റെ നാമമാണ് മാനവരാശിയെ ശാപത്തിൽ നിന്ന് രക്ഷിച്ച നാമം. ആ യേശുവിൻ്റെ നാമമാണ് മാനവരാശിയെ സാത്താന്യ അഥവാ പൈശാചിക ശക്തികളിൽ നിന്ന് വിടുവിച്ച നാമം. ആ യേശുവിൻ്റെ നാമമാണ് മാനവരാശിയെ
നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ച നാമം. അതുകൊണ്ട് തന്നെ ഉത്തമഗീതം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞവസാനിപ്പിക്കുന്നത്, കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ആരാണ് കന്യകമാർ? കന്യകമാർ എന്നാൽ വിശുദ്ധന്മാർ എന്ന് അർത്ഥം. ക്രിസ്തുവിൽ അഥവാ യേശുവിൽ വിശ്വസിക്കുന്നവരെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് കന്യകമാർ അഥവാ ദൈവമക്കൾ. അതെ, ദൈവമക്കൾ ദൈവത്തെ സ്നേഹിക്കുവാൻ കാരണം ആ യേശുവിൻ്റെ ആ നാമമാണ്. ആ നാമത്തിലാണ് രക്ഷ എന്നുള്ളത് കൊണ്ടാണ്. ആമേൻ, ആമേൻ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദരാ. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദരാ. നരകശിക്ഷയിൽ നിന്നും വിടുതൽ നേടുവാൻ ഇന്ന് വരിക രക്ഷകന്റെ സന്നിധേ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത്